friends, welcome back to Viniz world. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് സുഖടിയാണ്. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് ശർക്കര അത് പൊടിച്ചെടുത്തേക്കാണ്. ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കണില്ല കേട്ടോ, അതുകൊണ്ട് വെള്ള ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എടുക്കാം കേട്ടോ. ഞാൻ അതിന് പകരം 1/4 കപ്പ് എടുത്തിട്ട് പിന്നെ അവസാനം വേറൊരു സൂത്രപ്പണിയാണ് ഒപ്പിക്കുന്നത്. നമ്മൾ കട്ടിയായിട്ടിരിക്കുന്ന നെയ്യായിരുന്നു 1/4 കപ്പ് എടുത്തത്. അതിപ്പോൾ ഉരുകി വന്നപ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടിയിട്ടുണ്ട്. അതിലേക്ക് ഈ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണ വരെ, ഒന്ന് മൂത്ത് വരണ വരെ ഇളക്കാം. ഇപ്പോൾ കണ്ടതൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. കളറും ഒന്ന് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ഈ പൊടിയൊന്ന് മൂത്തിട്ട് ഒരു സ്മെല്ല് വരും, അതുവരെ ഇളക്കി കൊടുക്കാം. ഞാനിത് കറുത്ത ശർക്കര എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയായിരുന്നു. അപ്പോൾ ഇത് കൂടുതൽ ഹാർഡായി പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത്. നേരിട്ട് ശർക്കര ഇടാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. വെള്ള ശർക്കരയ്ക്ക് അധികം അഴുക്കുണ്ടാവില്ലല്ലോ, അതാണ് കേട്ടോ ഇതെടുത്തത്. ഇതിപ്പോൾ നന്നായിട്ട് ലൂസായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. 3/4 കപ്പ് ശർക്കര എടുത്ത് വെച്ചെങ്കിലും 1/2 കപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടപ്പോൾ എനിക്ക് അത്രയും മതിയെന്ന് തോന്നി. നിങ്ങൾക്ക് മനസ്സിലായോ? മോൻ പറയണത് ഫ്രണ്ടിൽ വരെ ഇതിൻ്റെ സ്മെല്ലെത്തിയെന്നാണ് പറയണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ശർക്കരയിലുള്ള കട്ടകളൊക്കെ ഉടഞ്ഞ് അതിൽ അലിഞ്ഞു ചേർന്നവരെ ഇളക്കാം കേട്ടോ. ഇതിപ്പോൾ കളറൊക്കെ വ്യത്യാസപ്പെട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് 4 ഏലക്ക പൊടിച്ചിട്ട് അതിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊരു ഡ്രൈ ഫോമിലാണല്ലോ ഉള്ളത്. അത് നമുക്ക് ഈ സമയത്ത് നമുക്ക് 1/4 കപ്പും കൂടി നെയ്യ് ഒഴിക്കാനുണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യണില്ല. അതിന് പകരമായിട്ട് ഞാനൊരു ട്രിക്ക് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അത് 2-3 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് മിക്സായി വരാനുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ, ഈ പൊടിയായിട്ടുള്ള അവസ്ഥയിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ സുഖടി എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം, ആ ഒരു പരുവാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടോ, വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ നെയ്യാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഫ്രീ ഫ്ലോയിങ് പോലത്തെ ഒരു അവസ്ഥയായിരിക്കും കേട്ടോ. പിന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി നാൾ ഇരിക്കുകയും ചെയ്യും. ഇനി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ആയി വരുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പ്ലേറ്റ് കുറച്ച് നെയ്യ് തൂവി കൊടുത്താൽ, അതായത് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ ഒരു പ്ലേറ്റ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇത് വിട്ട് പോരാനായിട്ട് എളുപ്പമുണ്ടാവും. ഇപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ മുറിക്കുന്നത്, അതിനനുസരിച്ച് സ്ക്വയർ ഷേപ്പാക്കി കൊടുക്കട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ശേഷം ഒരു കത്തി കൊണ്ട് ഇതിനൊന്ന് വരഞ്ഞു കൊടുക്കാം, എടുക്കാനുള്ള എളുപ്പത്തിനായിട്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.